നമസ്കാരം ഗൈസ്, ആർജിയാണ്. നമ്മൾ രണ്ടാം കൂടി പരുത്തിക്ക് കടയിൽ പോവാണ്. നമുക്കൊന്ന് പോയിട്ട് എന്തെങ്കിലും കൊടല് കഴിഞ്ഞിട്ട് സമയം 1 മണിയായി 6 കടം ചോദിക്കാൻ പഠിച്ചിട്ടാണ് പോവായിരുന്നത്. ഇവിടെയൊക്കെ കുറച്ച് വെട്ടിയിട്ടുണ്ട്, അങ്ങോട്ട് കൂടി പുല്ലടിക്കാണ്ട് അതൊക്കെ അടിക്കാൻ പറ്റും അല്ലേ. അത് വൃത്തിയാക്കാൻ കൊണ്ട് നമുക്ക് നടന്നു പോകാൻ പറ്റുന്നുണ്ട്. നമ്മൾ ശരിക്കും പെട്ടുപോയത് ഈ മാസം ഫുള്ള് നമുക്ക് പണി ഉണ്ടായിരുന്നില്ല അല്ലേ നിഷു? 5 ദിവസത്തെ പണി ഉണ്ടായിരുന്നു. ഇത്ര ദിവസമായിട്ട് നമുക്ക് ഇതുണ്ടായത്. കാരണം വേനൽ കൂടിയിട്ട് വെട്ടൽ വളരെ കുറവായിരുന്നു. പിന്നെ ഇടയ്ക്ക് മഴയൊക്കെ പെയ്ത് വെട്ടലിൽ പണി പറ്റി കിട്ടി. അങ്ങനെയൊക്കെ ആയിട്ട് അവർക്ക് വയ്യാതായി. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ വെട്ടലുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ ആയപ്പോഴേക്കും നമുക്ക് പണി കുറഞ്ഞപ്പോഴേക്കും നമുക്ക് കിട്ടുന്ന പൈസ എവിടെയും തികയാത്ത അവസ്ഥയിൽ പറ്റും കൂടിപ്പോയി അല്ലേ. എല്ലായിടത്തും പൈസ തികയാത്ത അവസ്ഥയിൽ പെട്ട അവസ്ഥയിൽ പോയി. അതിന്റെ ഇടയ്ക്കാണ് കൈസ് എനിക്ക് ഏറ്റവും വലിയ പണി വരാൻ വേണ്ടി പോണത്. ഇനി അടുത്തത് അതിന്റെ ഇടയ്ക്ക് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പണി എന്താണെന്ന് വെച്ചാൽ 21-ാം തീയതി അനിയത്തിയുടെ വലിയ അനിയത്തി എന്നല്ല, കുഞ്ഞാളാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. അവള് നമ്മളെ പ്രതീക്ഷിച്ചിരിക്കും. ഈ വർഷം അതിലെനിക്ക് പണി കിട്ടി. കാരണം കിണറ് പണി എല്ലാം കൂടി ആയിട്ട് പിന്നെ നമുക്ക് പണി ഉണ്ടായിരുന്നില്ല. എല്ലാം കൂടെ ശരിക്കും വീട്ടിൽ പോകണം, ബസ് ആശം ഇല്ലാത്ത അവസ്ഥ നിൽക്കണം. അതിന്റെ ഇടയ്ക്കാണ് അമ്മ നാളെ തന്നെ വീട്ടിൽ ചെല്ലണമെന്നാണ് പറയാ. കർശനമായിട്ട് ഇല്ലെങ്കിൽ രണ്ടുപേരും വീട്ടിൽ കയറ്റില്ല. വെള്ളിയാഴ്ച അനിയത്തിന്റെ ബർത്ത്ഡേ ആണ്, പോയില്ലെങ്കിൽ പ്രശ്നം. കാരണം അനിയന്റെ ബർത്ത്ഡേ ഈ മാസം 7-ാം തീയതി ആയിരുന്നു. നമ്മൾ പോവാത്തതുകൊണ്ട് അനിയന് ഒരു തുണ്ട് കേക്ക് പോലും മമ്മി കൊടുത്തില്ല. അതുപോലെ തന്നെ ഒന്നും വെച്ചിട്ടില്ല സ്പെഷ്യൽ ആയിട്ട്, മൂത്ത മോൻ വരാത്തത്. അപ്പൊ അങ്ങനെയൊക്കെ ചെറിയ പെട്ട അവസ്ഥയിൽ നമ്മള് ഇന്നലെ പെരുമഴ പെയ്തിട്ട് ആറ്റില് വെള്ളമില്ല. അതാണ് ചൂട്. അപ്പൊ നമ്മളത് പടുത്ത് കറങ്ങി മിസ് സാധനം വാങ്ങട്ടെ, നമുക്ക് കിട്ടിയാൽ രക്ഷപ്പെട്ടു. അപ്പൊ നമ്മൾ ഒരു പാക്കറ്റ് മാവും ഒരു 3 സവാളയും പിന്നെ ഇതേ വെള്ളവും വാങ്ങിച്ചിട്ടുണ്ട്. വെള്ളം വിഷുവിന്റെ വെള്ളം സൊപ്പിട്ടോടെ കയ്യിലുണ്ട്. വിഷുവിനുള്ള ചുവപ്പാണ് ഗൈസ്, എന്റെ വെള്ളം മഞ്ഞയാണ്. എന്തൊരു ആർത്തിയാടാ, ഒരു മടക്ക് കുടിച്ചതിന് എന്റെ വെള്ളം അരക്കും. 2 മിക്സിൽ കുടിച്ചോട്ടെ, എങ്ങനെ അറിഞ്ഞട്ടെ. കുടിച്ചു നോക്ക്, തീട്ടം പോലെ ഉണ്ടാവും. അല്ല വല്ലത് ഷജേ. അപ്പൊ ഗൈസ് നിശ്ചിത ഇത്ര ഉറുമ്പിനെ കൊല്ലാൻ വേണ്ടി പോവാണ്. ഇവിടെ ഇങ്ങനെ കൊലപാതകയായി ഗൈസ്. ആത്മഹത്യ എല്ലാരും മുക്കിക്കൊന്നു. എല്ലാരും വെള്ളത്തിൽ നീന്തി പഠിക്കണ വെച്ച് മുക്കിക്കൊല്ലു. തേങ്ങ ഇങ്ങനത്തെ സൈക്കോണ് ഗൈസ്.